സംസ്ഥാനത്തെ ദേവസ്വം ഭൂമികളിൽ വ്യാപക കൊള്ള. തിരുവിതാംകൂർ, കൊച്ചി, മലബാറും ദേവസ്വങ്ങളുടെ 25,000 ഏക്കർ കാണാനില്ല. ഏറ്റവും കൂടുതൽ അന്യാധീനപ്പെട്ടത് മലബാർ ദേവസ്വത്തിന്റെ ഭൂമിയാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഭൂമികളിലും കയ്യേറ്റം നടന്നു. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവരുന്നത്. സംസ്ഥാനത്തെ ദേവസ്വം ഭൂമികളിൽ വ്യാപകമായ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ക്ഷേത്രഭൂമി കയ്യേറ്റം തിരിച്ചുപിടിക്കാനുള്ള ക്രിയാത്മകമായ ഒരു നടപടിയും ദേവസ്വം ബോർഡ് സ്വീകരിക്കാത്തത് മൂലം കഴിഞ്ഞ കാലയളവിൽ ഏകദേശം 25,000 ഏക്കർ ഭൂമിയാണ് ദേവസ്വം വക ക്ഷേത്രം ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 25,000 ഏക്കർ എന്നുള്ളത് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ച രേഖയാണ്. നിയമസഭയിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ മറുപടിയായി പറഞ്ഞ കാര്യമാണ്. ഇതിന്റെ മൂല്യം കണക്കാക്കുമ്പോഴാണ് എത്ര വലിയ തട്ടിപ്പാണ് ഇവിടെ നടന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പുറത്ത് വരുന്നത്. കാരണം ഈ ഭൂമിയെക്കുറിച്ചുള്ള കൃത്യമായ രേഖകളൊക്കെ തന്നെയും ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട്. നിയമ നടപടികളൊക്കെ തന്നെ ഈ സമയങ്ങളിലൊക്കെ തന്നെ സ്വീകരിച്ചു വരിക. പക്ഷേ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ട് പോലും ഒരു ഭൂമി പോലും തിരിച്ചു പിടിക്കാനായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയൊരു തീവട്ടിക്കൊള്ള, വലിയൊരു തട്ടിപ്പ്, വലിയ ക്രമക്കേടുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് ഈ വിഷയങ്ങൾ കൂടി, ഈ വാർത്ത കൂടി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഔദ്യോഗികമായ രേഖകളുടെ പിൻബലത്തിലാണ് ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയമസഭയിൽ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ 25,000-ഓളം ഏക്കർ ഭൂമിയാണ് സംസ്ഥാനത്ത് നഷ്ടമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലബാർ ദേവസ്വം ബോർഡിനാണ് ഏറ്റവും കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നത്. 24,000 ഏക്കറിലധികം ഭൂമി നഷ്ടപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ടത് കോഴിക്കോട് ഡിവിഷൻ കേന്ദ്രീകരിച്ചാണ് കോടികളുടെ ഭൂമി ഇടപാട് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമി തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊക്കെ തന്നെ കൃത്യമായി തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ പല സമയത്തും ആരംഭിച്ചിരുന്നു. പക്ഷേ ആരംഭത്തിൽ തന്നെ ആ ഒരു നടപടികൾക്കൊക്കെ തന്നെ നിർജീവാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു മാഫിയ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകൾ കേന്ദ്രീകരിച്ചും ഇത്തരം ഒരു സംഭവങ്ങൾ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 400 ഏക്കർ ഭൂമിയാണ് നിലവിൽ അന്യാധീനപ്പെട്ടു പോയത് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. പക്ഷേ ഈ കണക്കിനപ്പുറത്തേക്ക് എത്ര വലിയ ഭൂമികൾ വീണ്ടും നഷ്ടപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും തിട്ടപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്കൊക്കെ തന്നെ വന്നിരിക്കുന്നത്. ഇത്ര വലിയ തട്ടിപ്പ്, ഇത്ര വലിയ കൊള്ളകൾ നടന്നിട്ടും എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇതുവരെയും ദേവസ്വം ബോർഡ് ഇടപെട്ടിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നിലവിൽ ഉയർന്നത്. രോഹിണി, അതെ, ശരി. അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിയത്.